നമ്മുടെ 20 രൂപ നോട്ടിൽ കാണുന്ന യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്, ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശില്പചാരുത. 8-ാം നൂറ്റാണ്ടിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വെറും ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് ഇത്തരത്തിൽ ബൃഹത്തായ ഒരു നിർമ്മാണം. അങ്ങനെ മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാസമുച്ചയത്തിൽപ്പെട്ട കൈലാസ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. പാറകൾ 2 നില പൊക്കത്തിൽ തുറക്കാൻ അന്ന് യാതൊരു ഉപകരണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്നത്തെ ശില്പികൾ കൈലാസ ക്ഷേത്രം മുകളിൽ നിന്ന് താഴേക്കാണ് കൊത്തിയെടുത്തത്. പക്ഷെ ഇത്തരത്തിൽ കൊത്തിയെടുക്കുമ്പോഴും ഏകദേശം 2 ലക്ഷം തൊട്ട് 4 ലക്ഷം ടൺ പാറ കഷ്ണങ്ങൾ ഉപയോഗിക്കപ്പെടാതെ കിടക്കും. എന്നാൽ ഈ ഉപയോഗിക്കപ്പെടാതെ പോയ പാറകളുടെ യാതൊരു തെളിവും പരിസരത്ത് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഭാരമുള്ള പാറ നീക്കം ചെയ്യാൻ യാതൊരു സംവിധാനവും അന്നില്ലാത്തപ്പോൾ ഈ പാറ കഷ്ണങ്ങൾ എവിടെ പോയി? ഇന്നും പുരാവസ്തു ഗവേഷകരെ അലട്ടുന്ന ഒരു ചോദ്യമാണിത്. കോൺസ്പിറസി തിയറിസ്റ്റുകൾ ഇതിന് നൽകിയിരിക്കുന്ന ഉത്തരം അന്യഗ്രഹ ജീവികൾ നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശൈവ ബിംബങ്ങൾ അധികമായി ഉപയോഗിച്ചിരിക്കുന്ന കൈലാസ ക്ഷേത്രത്തിന് നമ്മുടെ ദ്രവീഡിയൻ വാസ്തുകലയുമായി നല്ല സാമ്യമുണ്ട്. ക്ഷേത്രത്തിൽ കാണുന്ന പാനലുകളിലെ മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും കൊത്തുപണികൾ കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ വാ പൊളിച്ചു പോകും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദാറ്റ് എമൗണ്ട് ഓഫ് ഡീറ്റെയിലിംഗ് ആൻഡ് പ്രിസിഷൻ എങ്ങനെയെന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ക്ഷേത്രത്തിലെ പല ഭാഗങ്ങളിലായി ഫ്രെസ്കോ പെയിന്റിംഗിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാൻ സാധിക്കും. കാലപ്പഴക്കത്തിനും പ്രകൃതിക്കും മുന്നിൽ നിറക്കൂട്ടുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. പല ശിലാക്ഷേത്രങ്ങളും ശിലാസമുച്ചയങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും എല്ലോറ കേവ്സിനകത്തുള്ള കൈലാസ ക്ഷേത്രം അമാനുഷികമെന്ന് തോന്നുന്ന ഒരു നിഗൂഢത തന്നെയാണ്.